സുഗമാദേവി സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഹരിയങ്കളാണെങ്കിൽ ഈ അരുന്ധതിയെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ ഹരിയങ്കളിന് സംശയം തോന്നുന്നുണ്ട്. പ്രഭ പറഞ്ഞതുപോലെ ഉള്ള ടെൻഷനൊന്നും ഇപ്പൊ അരുന്ധതിയുടെ മുഖത്ത് കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അരുന്ധതി ആണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ്. എന്നാലും പറയുന്നുണ്ട്, അങ്ങനെ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ലല്ലോ സാറേ, എനിക്ക് ടെൻഷനൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഹരിയങ്കൾ വീണ്ടും പറയുന്നുണ്ട്, എന്തായാലും അരുന്ധതിയുടെ കേസിൽ ഞാനൊന്ന് ഇടപെടട്ടെ, ഋഷിയുടെ മിസ്സിങ് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ കേന്ദ്രത്തിലൊന്ന് വിളിച്ചു പറയട്ടെ, PM-ന്റെ ഓഫീസിൽ എനിക്ക് ഒരുപാട് പരിചയക്കാരൊക്കെ ഉണ്ടെന്ന് പറയുമ്പം അരുന്ധതി ആണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഋഷി വീട്ടിൽ തന്നെ ഉണ്ട്, എന്നിട്ട് ഇനി ഋഷിയെ കണ്ടില്ല എന്ന് പറഞ്ഞ അന്വേഷണത്തിന് പോയാൽ അത് ഋഷിക്ക് തന്നെ ദൂഷ്യമാവുന്നുള്ളത് ഈ അരുന്ധതിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അരുന്ധതി ഒന്നും മിണ്ടണില്ല. അന്നേരം ഹരിയങ്കൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ അരുന്ധതി ഒന്നും പറയാത്ത, ഇടപെടണ്ടേന്ന് ചോദിക്കുമ്പം സാർ ഇടപെട്ടോ, സാറിന് സന്തോഷമാണെങ്കിൽ എനിക്കത് സന്തോഷമേ ഉള്ളൂ എന്നും പറഞ്ഞ് അരുന്ധതി ഒരു പ്രകാരം ഈ ഹരിയങ്കളെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ഇതിനുശേഷം അരുന്ധതി ഋഷിയോട് ചെന്നിട്ട് പറയുന്നുണ്ട്, ഋഷി കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നുമല്ല, കാര്യങ്ങൾ കൈവിട്ടു പോവാണ്. ഇന്ന് ചന്ദ്രോത്തുകാരുടെ ബന്ധുവായിട്ടുള്ള ആ ഹരികൃഷ്ണൻ ജഡ്ജില്ലേ, അതിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നീ അങ്ങോട്ട് ഇറങ്ങി വരുമെന്ന് കരുതി ഞാൻ പേടിച്ചിരിക്കുമായിരുന്നു എന്ന് പറയുമ്പം അതിന് അയാൾ ഇവിടെ വന്നതിന് എന്താ അമ്മേ പ്രശ്നം എന്ന് ചോദിക്കുമ്പം അത് വേറെ ഒന്നുമല്ല, നിന്റെ കാര്യവും നന്ദൻ്റെ കാര്യമൊക്കെ അയാൾ അറിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നണേ. അയാൾ പ്രഭാവതിയുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ്, അതുകൊണ്ട് തന്നെ നിന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് അയാൾ ഇവിടെ വന്നത്. അവർ നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നണേന്ന് പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട്, അവർ നിയമപരമായി മുന്നോട്ട് പോയിക്കോട്ടെ, അതിന് അമ്മയ്ക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം എൻ്റെ ഋഷി നീ ഇത്രയ്ക്ക് ബുദ്ധിയില്ലാതെ സംസാരിക്കില്ലേ, നിയമപരമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും നന്ദൻ സ്റ്റേഷനിലോ കോടതിയിലോ കീഴടങ്ങും. അങ്ങനെ കീഴടങ്ങിക്കഴിഞ്ഞാൽ നന്ദൻ ഉറപ്പായിട്ടും പറയും നിന്നെ കൊന്നൂന്നും അതുപോലെ നിന്നെ കുഴിവെട്ടി കുഴിച്ചിട്ടൂന്നും. അപ്പോൾ പോലീസ് അന്വേഷണം വരും. വെറുതെ ഒരാൾ കൊന്നു എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അയാളെ കോടതി ശിക്ഷിക്കൊന്നുമില്ല. അതിന് തെളിവുകൾ വേണം, സാക്ഷിമൊഴികൾ വേണം, അതിന് ഒരുപാട് കാര്യങ്ങൾ വേണം. അപ്പോൾ അതെല്ലാം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോലീസ് പല രീതിയിലും നന്ദനെ ചോദ്യം ചെയ്യും. അങ്ങനെ നന്ദനെ ചോദ്യം ചെയ്യുമ്പം എന്തായാലും നന്ദൻ അത് പോലീസിനോട് തുറന്നു പറയേണ്ടി വരും, കെവിനെ നിന്റെ ബോഡി മറവ് ചെയ്തതെന്ന്. അന്നേരം ഋഷി പറയുന്നുണ്ട്, അതിനെന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം അത് പ്രശ്നമല്ലേ ഋഷി, കെവിനെ വിളിച്ച് ചോദ്യം ചെയ്യുമ്പം കെവിൻ പറയില്ലേ നീ മരിച്ചിട്ടില്ല എന്ന്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ നിന്റെ ബോഡി കുഴിച്ചിട്ടു എന്ന് പറഞ്ഞാൽ തന്നെ ആ ബോഡി കാണിച്ചു കൊടുക്കണ്ടേ, ബോഡി കിട്ടാണ്ട് നീ മരിച്ചു എന്ന് എങ്ങനെ ഉറപ്പിക്കും? അതുപോലെ തന്നെ നിന്നെ കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് മണ്ണ് മാന്തുമ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ പ്രതിയാവില്ലേ, കെവിനും ഇതിൽ പെടും. ഇതിൻ്റെ പുറകെ ഇസബല്ലയും DYSP കുരുവിളയും നെയ്യും എല്ലാവരും പെടും. അതുകൊണ്ട് ഈ നാടകം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഋഷി. അമ്മ പറയണത് മോൻ കേക്ക്, നമുക്കിനി പ്രതികാരമൊന്നും വേണ്ട. എന്തായാലും ചന്ദ്രോത്തുകാർ ഇപ്പോൾ മാസങ്ങളായിട്ട് നന്ദൻ നിന്നെ കൊന്നു എന്നുള്ള വിഷമത്തിലും സങ്കടത്തിലും ടെൻഷനിലും അല്ലേ, അവരെ ഇനിയും നമ്മൾ ഉപദ്രവിക്കണേ എന്തിനാ, നമുക്കിത് വിട്ട് കളയാം ഋഷി എന്ന് പറയുമ്പം ഇല്ലമ്മേ ഞാനിത് ഒരിക്കലും വിട്ട് കളയില്ല എന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട്, ഋഷി നീ ഇത് വിട്ട് കളഞ്ഞില്ലെങ്കിലും ആ ഹരികൃഷ്ണൻ ജഡ്ജി ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തായാലും അയാൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അയാൾ എന്നോട് പറഞ്ഞത് PM-ന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് നിന്റെ മിസ്സിങ്ങിൻ്റെ അന്വേഷണം ഊർജിതമാക്കാന്ന. ഞാൻ അതിനെ എതിർക്കാൻ പോയില്ല എന്ന് പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട്, അമ്മ എന്തിനാ അതിനെ സപ്പോർട്ട് ചെയ്ത്, അമ്മയ്ക്ക് എതിർക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നീ എന്ത് മണ്ടത്തര ഋഷി പറയണത്, സ്വന്തം മകനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അന്വേഷണത്തിന് ഒരാൾ തയ്യാറാകുമ്പോൾ അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയം കൂടില്ലേ എന്ന് പറയുമ്പം ഋഷി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്, ചന്ദ്രോത്തുകാരെ തകർക്കാണ്ട് ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല എന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട്, മിക്കവാറും ഇതിൽ തകരാൻ പോണത് ഞാനും നീയുമായിരിക്കും, അല്ലാതെ ചന്ദ്രോത്തുകാർക്ക് ഒന്നും സംഭവിക്കില്ല. ഇവരിപ്പോൾ നന്ദന കോടതിയിലോ സ്റ്റേഷനിലോ കീഴടങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നീ മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള സത്യം എല്ലാവർക്കും ബോധ്യപ്പെടും. അതോടുകൂടി ചന്ദ്രോത്തുകാർ ഈ പ്രശ്നത്തിൽ നിന്ന് തലയോരുന്നു. അത് കേട്ടതും ഋഷി ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആലോചിച്ചിരിക്കുന്നുണ്ട്. പിന്നീട് ഋഷി ഫോണെടുത്ത് ഇസബല്ലയെ വിളിക്കുന്നുണ്ട്. ഇസബല്ല കോൾ എടുത്തതും എന്താ ഋഷി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട് ബെല്ല, എന്താണെങ്കിലും പറ ഋഷി എന്ന് പറയുമ്പോൾ ഇന്ന് നന്ദൻ്റെയൊക്കെ ബന്ധുവായിട്ടുള്ള ഒരു ജഡ്ജ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അതെന്തിനാ അയാൾ അവിടെ വന്നതെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല, എന്തായാലും എൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നത്, അമ്മയ്ക്ക് അയാൾ വാക്ക് കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് എന്നെ കണ്ടെത്താമെന്ന്. അതെങ്ങനെയാണ് നീ മരിച്ചു പോയിന്ന് അയാൾ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പം അതൊന്നുമില്ല, അവിടെ ചെന്നപ്പോൾ പ്രഭാവതി പറഞ്ഞെന്നാ പറഞ്ഞ് എന്നെ കാണാനില്ല എന്നും അതിൻ്റെ അന്വേഷണം നടക്കുമെന്നും. അത് ചതിയാണല്ലോ ഋഷി, പ്രഭാവതി ആൻറ്റിക്ക് അറിയാലോ നിന്നെ നന്ദൻ കൊന്നു, പിന്നെ നിന്നെ കാണാനില്ല എന്നും പറഞ്ഞ് അയാളെ അങ്ങോട്ട് വിടണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട്, നമ്മളറിയാതെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഓരോ ചുവടും സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ നമ്മളെല്ലാവരും കുടുങ്ങുന്നു.
ആ സമയത്ത് ഋഷി പറയുന്നുണ്ട്, അമ്മ എന്നെ ഇങ്ങനെ നിർബന്ധിച്ചോണ്ടിരിക്കുക, സത്യങ്ങളൊക്കെ എല്ലാവരോടും തുറന്നു പറയാം, ഇല്ലെങ്കിൽ പ്രശ്നമാവുന്ന അമ്മ പറയണേന്ന് പറയുമ്പം തൽക്കാലം നീ സത്യങ്ങളൊന്നും ആരോടും തുറന്നു പറയണ്ട, എന്തായാലും കാര്യങ്ങൾ എന്താവുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ ഈ വിവരം പാപ്പനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ, അതിനുശേഷം നിങ്ങൾ സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം നിനക്കറിയില്ല ഋഷി, എന്നെ എതിർക്കുന്നവരെ ഞാനങ്ങനെ വെറുതെ വിടാറൊന്നുമില്ല, ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയിട്ട് ഞാൻ പിന്നോട്ട് മാറുള്ളൂ. ഇനിയിപ്പോൾ ഋഷിയുടെ കൊലപാതകത്തിൻ്റെ കുറ്റം നന്ദൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ഋഷിയെ കൊല്ലണ്ട വന്നാൽ അത് ചെയ്യാനും ഞാൻ മടിക്കില്ല എന്ന്. അത് കേട്ടതും ഋഷിയാണെങ്കിൽ ഇസബല്ലയുടെ മാറ്റം കണ്ട് ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഇസബല്ല നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണേന്ന് ചോദിക്കുമ്പം പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം, ഞാൻ ഒരുപാട് കാര്യങ്ങൾ സ്വപ്നം കണ്ട ഇങ്ങോട്ട് വന്നത്, നന്ദനും ദേവികയും തമ്മിൽ അകലുമെന്നും നന്ദനക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച്, പക്ഷെ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു, അല്ല നിങ്ങളെല്ലാവരും ചേർന്ന് തകർത്തു, ഇനിയും എനിക്കിത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് നന്ദൻ ജയിലിലാവണം, അതിന് വേണ്ടിയിട്ട് നിന്നെ കൊല്ലണമെങ്കിലും കൊല്ലാനും ഞാൻ റെഡിയാണെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് കേട്ടതും ഋഷിയാണെങ്കിൽ ആകെ ഒരു ഷോക്കായിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് അരുന്ധതിയോട് വന്നിട്ട് ഋഷി പറയുന്നുണ്ട്, അമ്മേ കാര്യങ്ങൾ കൈവിട്ട് പോകുന്നാ തോന്നണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിനെയാണ്. പ്രഭാവതിയാണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷനിലാണ്. ആ സമയത്ത് നന്ദനോട് പറയുന്നുണ്ട്, നന്ദു എന്തായാലും ഹരിയേട്ടൻ പോയിട്ട് ഇതുവരെയും വന്നിട്ടില്ല, ഹരിയേട്ടൻ അവിടെ ചെന്നിട്ട് അരുന്ധതിയോട് എന്ത് പറഞ്ഞു കാണുമെന്ന് ചോദിക്കുമ്പം ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഹരിയങ്കളിനോട് അങ്ങോട്ട് പോകണ്ടെന്ന് പറയാൻ, അപ്പോൾ അച്ഛൻ സമ്മതിച്ചില്ലല്ലോ, ഹരിയങ്കൾ അങ്ങോട്ട് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, എന്തായാലും ഞാൻ അവരുടെ മകനെ കൊന്നു, പിന്നീട് അവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എന്തിനാ ഹരിയങ്കൾ അങ്ങോട്ട് പോയെന്ന് ചോദിക്കുമ്പോൾ ഞാനത് സിദ്ധുവിനോട് പറഞ്ഞു, പക്ഷെ സിദ്ധു പറഞ്ഞത് ഹരിയേട്ടൻ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന്, എന്തായാലും ഹരിയേട്ടൻ ഇപ്പോൾ വരുമായിരിക്കും എന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ കോളിംബെല്ലടിക്കണം ഒച്ച വെക്കുന്നുണ്ട്. അങ്ങനെ പ്രഭാവതി വേഗം ചെന്ന് ഡോറ് തുറന്നതും ഹരിയങ്കളിനെയാണ് കാണുന്നത്. ആ ഹരിയേട്ടൻ വന്നോ, അരുന്ധതിനെ കണ്ടോ ഹരിയേട്ടാന്ന് ചോദിക്കുമ്പം ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം പ്രഭേ, എന്തായാലും ഞാനന്ന് അകത്ത് കയറി ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ഹരിയങ്കൾ പറയുമ്പോൾ ഞാൻ വിട്ടുപോയി ഹരിയേട്ട, എന്തായാലും ഹരിയേട്ടൻ അകത്തേക്ക് കയറി വാ ഇരിക്കുക, ഞാൻ ഹരിയേട്ടന് കുടിക്കാൻ വെള്ളം എടുക്കാമെന്ന് പറഞ്ഞ് പ്രഭാവതി വെള്ളം എടുക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ പ്രഭാവതി ചായയായിട്ട് വരുന്ന സമയത്ത് ഹരിയേട്ടനെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുകയാണ്. അന്നേരം പ്രഭാവതി ചോദിക്കുന്നുണ്ട്, ഹരിയേട്ടൻ പോയിട്ട് അരുന്ധതിനെ കണ്ടില്ലേ, ഹരിയേട്ടൻ എന്താ ആലോചിച്ചിരിക്കണേന്ന് ചോദിക്കുമ്പം അല്ല പ്രഭേ, താൻ പറഞ്ഞത് പ്രകാരം അരുന്ധതി ഭയങ്കര വിഷമത്തിലും സങ്കടത്തിലും ആണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ അരുന്ധതിയുടെ മുഖത്ത് അങ്ങനെ മകനെ കാണാനില്ല എന്നുള്ള വിഷമോ സങ്കടമോ അങ്ങനെ ഒന്നും ഞാൻ കണ്ടില്ല എന്ന്. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, അതിപ്പോൾ കുറേ ദിവസമായില്ലേ കാണാണ്ടായിട്ട്, അതുകൊണ്ടായിരിക്കും എന്ന് പറയുമ്പം ഇല്ലെന്നേ അങ്ങനെയൊന്നുമല്ല, എന്തായാലും ഞാൻ ഋഷിയുടെ കേസിൽ ഇടപെടണമെന്ന് ചോദിച്ചപ്പോഴും അരുന്ധതിയുടെ മുഖത്ത് എന്തോ ഒരു വെപ്രാളവും പരവേഷവും ഒക്കെ കണ്ടു, അരുന്ധതി എന്തൊക്കെയോ മറച്ചു വെക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല ഹരിയേട്ട, അരുന്ധതി ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ ഹരിയേട്ടാന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, എന്തായാലും പ്രഭയുടെ ബന്ധുവാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ തന്നെ അരുന്ധതിയുടെ മുഖത്തൊരു ടെൻഷനും പേടിയൊക്കെ ഞാൻ കണ്ടതാ, എന്തായാലും അതിനുശേഷം അരുന്ധതി മുകളിലത്തെ നിലയിലേക്ക് കയറിപ്പോയിപ്പം എന്തോ മറയ്ക്കണ പോലെ തിരിഞ്ഞു നോക്കിയാണ് പോയത്. എൻ്റെ ബലമായ സംശയം ഈ ഋഷിക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഋഷി അരുന്ധതിയുടെ വീട്ടിൽ തന്നെ ഉണ്ടോയെന്നാണ്. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, ഹരിയേട്ടൻ എന്തൊരു മണ്ടത്തരം ഈ പറയണേ, നന്ദൻ പറഞ്ഞില്ലേ ഋഷിയെ നന്ദൻ കൊന്നെന്നും കുഴി വെട്ടി കുഴിച്ചിട്ടെന്നും, പിന്നെ എങ്ങനെയാണ് ഋഷി അരുന്ധതിയുടെ വീട്ടിലുണ്ടാവണേന്ന്. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, അവരൊരു അമ്മയല്ലേ, എന്തായാലും സ്വന്തം മകനെ കാണാനില്ല എന്ന് കേട്ട് കഴിഞ്ഞാൽ ഏതൊരമ്മയ്ക്കും വിഷമം ഉണ്ടാവും, അന്ന് തന്നെ ഇവിടെ വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയെന്നല്ലേ പ്രഭ പറഞ്ഞത്, പക്ഷെ ഇന്ന് ഞാൻ ഋഷിയെക്കുറിച്ച് സംസാരിച്ചപ്പം അരുന്ധതിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വിഷമോ സങ്കടമോ ഒന്നും ഞാൻ കണ്ടില്ല, എന്തൊക്കെയോ ഒരു പേടി പോലെ അരുന്ധതിയുടെ മുഖത്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയേ അരുന്ധതി എന്തൊക്കെയോ നമ്മളിൽ നിന്നും മറച്ചു വയ്ക്കുന്നുണ്ടെന്ന്. ആ സമയം പ്രഭാവതി പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല ഹരിയേട്ട. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികേനെയാണ്. ദേവികയാണെങ്കിൽ ഗിരീഷിന് ഫോൺ ചെയ്യുന്നുണ്ട്. ഗിരീഷിന് ഫോൺ ചെയ്യുന്ന സമയത്ത് ഗിരീഷ് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോഴാണ് ഈ ദേവികയുടെ കോൾ വരുന്നത്. അങ്ങനെ ഗിരീഷൻ ഫോൺ എടുത്തിട്ട് ദേവികയാണല്ലോ വിളിക്കണേന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്തതും ഈ രജനി അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് എന്താ ദേവിക എന്ന് ചോദിക്കുമ്പോൾ അല്ല ഗിരീഷ് ഏട്ടാ, ഹരിയങ്കള് അരുന്ധതി മേഡത്തെ കാണാൻ പോയിട്ട് തിരികെ വന്നില്ലേ, അച്ഛനെ വിളിച്ചപ്പോൾ വന്നില്ല എന്നാ പറഞ്ഞേ, ഗിരിയേട്ടൻ പോയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ദേവിക ഞാൻ പോയില്ല, ഹരിയങ്കള് എന്തായാലും അരുന്ധതി മേഡത്തെ കാണാൻ പോയിട്ടുണ്ടല്ലോ, തിരികെ വരട്ടെ, എന്നിട്ട് പോയി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം, എന്തായാലും ഇന്ന് തീരുമാനത്തിലെത്തണം, അതിന് ദേവികയും അവിടെ വേണം,
സിദ്ധാർത്ഥൻ സാറും ദേവികയും പ്രഭാവതി മേഡവും അതുപോലെ നന്ദനും ഞാനും കൂടി ഇരുന്നിട്ട് വേണം ഹരിയങ്ങളോട് കാര്യങ്ങൾ പറയാമെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, എന്തായാലും നിയമത്തിന് മുന്നിൽ കീഴടങ്ങാതിരിക്കാൻ പറ്റില്ല ഗിരീഷ് ഏട്ടാന്ന്. ഇത് കേട്ടതും നമ്മളുടെ രജനിയാണെങ്കിൽ ഗിരീഷിനോട് ചോദിക്കുന്നുണ്ട്, അവൾ എന്താ പറയണത്, നന്ദനെ പോലീസിൽ ഏൽപ്പിക്കണം എന്നാണെന്ന് ചോദിക്കുമ്പം പിന്നെ അല്ലാതെ ഇതിപ്പോൾ ഒരു കുറ്റമല്ലേ രജനി, എന്തായാലും നിയമത്തിന് മുന്നിൽ കീഴടങ്ങാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതും രജനിയാണെങ്കിൽ ഗിരിയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് ദേവികയോട് ചോദിക്കുന്നുണ്ട്, എടി ദേവിക, നിനക്ക് നന്ദനോട് ഭയങ്കര പകയാണെന്ന് എനിക്കറിയാം, അതിന് വേണ്ടിയിട്ട് നീ ഈ കേസിൽ നന്ദനെ കൊടുക്കരുതെന്ന് പറയുമ്പം ദേവിക ചോദിക്കുന്നുണ്ട്, രജനി ചേച്ചി എന്തറിഞ്ഞിട്ടാ സംസാരിക്കണേ, ഞാൻ കൊടുക്കണേ എങ്ങനെയാ, ഇതിപ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും ചേർന്നെടുത്ത തീരുമാനം, നന്ദന് നിയമത്തിൻ്റെ മുന്നിൽ കീഴടങ്ങല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്ന് പറയുമ്പം രജനി ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ പോലീസിൽ അറിയിച്ചില്ല എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇപ്പം തന്നെ ഋഷിയെ കൊന്നിട്ട് കുറേ നാളുകളായില്ലേ, ഇതുവരെയും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ, പിന്നെ നിനക്ക് എന്താ ഇത്ര നിർബന്ധം നന്ദനെ പോലീസിൽ ഏൽപ്പിക്കണം എന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയുന്നുണ്ട്, അന്ന് മുതൽ നന്ദു ഒരു സമാധാനമില്ലാതെ ജീവിക്കണം, കുറ്റമേറ്റ് പറഞ്ഞാലെങ്കിലും നന്ദുവിൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടും, അതല്ലേ നമുക്ക് പ്രധാനം, ഇനിയിപ്പോൾ ഇത് മറച്ചു വെച്ചാലും ജീവിതകാലം മുഴുക്ക നന്ദു അതോർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ ചേച്ചി എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല, നന്ദനല്ലേ വിഷമിക്കുന്നത്, അതിന് നിനക്കെന്താ പ്രശ്നം, നീ എന്തായാലും നന്ദനെ ഉപേക്ഷിച്ച് പോയില്ലേ, ഇനി നീ നന്ദൻ്റെ കൂടെ ജീവിക്കണില്ല എന്നും തീരുമാനിച്ചു, പിന്നെ നന്ദൻ്റെ കാര്യത്തിൽ നീ എന്തിനാ ഇടപെടണേ, അവൻ എൻ്റെ സഹോദരനാ, അവൻ്റെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനിച്ചോളാം, നീ ഇതിലിടപെടാനൊന്നും വരണ്ടെന്നും പറഞ്ഞ് രജനിയാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഗിരീഷൻ ചോദിക്കുന്നുണ്ട്, നീ എന്ത് പണിയാണ് രജനിയെ കാണിച്ച, ഞാനും ദേവികയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നീ എന്തിനാ ഫോൺ വാങ്ങിയ, ഇത് മോശം പ്രവൃത്തിയാണ് രജനി എന്ന് പറഞ്ഞതും രജനിയാണെങ്കിൽ ഗിരീഷിൻ്റെ നേരെ ദേഷ്യത്തോടുകൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.